ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനും ഒരു കർഷകയാണ്. ഞാനും എന്റെ ചേച്ചിയും കൂടെ നാട്ടിലുള്ള കുറച്ച് സ്ഥലത്ത് കൃഷി ഇറക്കി. പക്ഷെ കഷ്ടമെന്ന് പറയട്ടെ, വിളവ് ഭയങ്കര മോശമായിരുന്നു. മാത്രമല്ല, മുടക്കിയ മുതൽ തിരികെ ലഭിച്ചത് വൈക്കോൽ വിറ്റിട്ടാണ്. ഇത് ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തതല്ല, എന്റെ സ്വന്തം ജീവിതത്തിലെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഗ്രീൻ കേരള എക്സ്പ്രസിൽ വന്ന് നമ്മുടെ ജഡ്ജസിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞാനൊരു തീരുമാനവും കൂടെ എടുത്തു. വരുന്ന സീസണിൽ ഞാൻ എന്തായാലും കൃഷി ഇറക്കിയിരിക്കും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു കാർഷിക അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ശ്രീ R ഹേലി, കൂടാതെ നമ്മോടൊപ്പം മലയാളികളുടെ പ്രിയ താരം ശ്രീമതി കൽപ്പനയും. എന്നെ പെറ്റിട്ടപ്പം ഞാൻ കണ്ടത് ആ നിലമ, എന്റെ കാർന്നോമാരുടെയും വിയർപ്പ, ആ കണ്ടത്തിന്റെ വീര്യം, ആ മണ്ണിനോട് മാത്രമാ എന്റെ ആയുസിലെ സ്നേഹം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃഷിക്കാരൻ എന്ന കഥയിലെ കേശവൻ നായർ എന്ന കർഷകന്റെ വാക്കുകളാണിവ. കൃഷി ഒരു തുടർച്ചയാണ്, തരിശുനിലം അതിന്റെ ഇടർച്ചയും. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ അന്നമനട ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. അന്നമനടയിൽ നിന്ന് ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ TK ഗോപി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മിനിത ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹക്ക്, മെമ്പർ അഡ്വക്കേറ്റ് VV ജയരാമൻ. ശ്രീമതി ബേബി പൗലോസിന്റെ നാട്, ഇതല്ലാതെ മറ്റെന്തെല്ലാം പ്രത്യേകതകൾ അന്നമനടയ്ക്കുള്ളത്? അന്നമനടയുടെ പേരിൽ തന്നെയുണ്ട് ഒരു ചെമ്പട താളം എന്ന് പറയാം. ആധുനിക പഞ്ചവാദ്യത്തിന്റെ തന്നെ വാദ്യ കുലപതികളായ ശ്രീ അച്യുതന്മാരാർ, ശ്രീ പരമേശ്വരന്മാരാർ, ശ്രീ പീതാംബരമാരാർ എന്നിവരെ എല്ലാം അനുസ്മരിക്കുന്ന നാടാണ് അന്നമനട. അതുപോലെ അവരുടെ എല്ലാം ശിഷ്യരായ പരമേശ്വരന്മാരാർ അന്നമനടയുടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത് തൃശ്ശൂർ പൂരത്തിൻ്റെ മേളക്കൊഴുപ്പ് കൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നു വരുന്നത്. ഇതിനെല്ലാം പുറമെ 103 വയസ്സായ പൊന്നാര എന്ന സ്ത്രീ കമ്പ്യൂട്ടർ സാക്ഷരതയിൽ നല്ലൊരു അംബാസിഡറായി വന്നതും അന്നമനട പഞ്ചായത്തിൽ തന്നെയാണ്. ഒട്ടേറെ പ്രശസ്തരുടെ നാടായ അന്നമനടയിലേക്ക് നമുക്കും ഒന്ന് യാത്ര ചെയ്യാം. വാദ്യമേളങ്ങളുടെ നാടാണ് അന്നമനട. പഞ്ചവാദ്യത്തിലെ അന്നമനട ത്രയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അന്നമനട പരമേശ്വരമാരാരും അന്നമനട പീതാംബരമാരാരും അന്നമനട അച്യുതമാരാരും ഈ നാടിന്റെ മേളപ്പെരുമ ഉച്ചസ്ഥായിയിൽ എത്തിച്ചവരാണ്. അന്നമനടയുടെ പഞ്ചവാദ്യ പെരുമ കാത്തുസൂക്ഷിക്കുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള അച്യുതമാരാർ വാദ്യകലാ കേന്ദ്രമാണ്. ഇവിടെ പുതിയ തലമുറ കരിങ്കല്ലിൽ പുളിമുട്ടുകൊണ്ട് കൊത്തിപ്പടിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പഞ്ചവാദ്യ കുലപതികളിൽ പ്രധാനിയാണ് കുളൂർ നാരായണമാരാർ. അന്നമനട അച്യുതമാരാരുടെ ശിഷ്യരിൽ പ്രധാനിയായ ഇദ്ദേഹം ഈ വാദ്യകലാ കേന്ദ്രത്തിൻ്റെ ആദ്യകാലം മുതൽക്കേയുള്ള ഡയറക്ടർ കൂടിയാണ്. ഈ വർഷം ഇദ്ദേഹത്തെ രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിക്കുകയാണ്. പഞ്ചവാദ്യത്തിൽ മാത്രമല്ല അന്നമനടക്കാരുടെ താളപ്പെരുമ, മൃദംഗത്തിലും തബലയിലും ഒക്കെ ഇവർ താളപ്പെരുക്കം തീർക്കുകയാണ്.
ഞാനിപ്പോൾ അന്നമനട പഞ്ചായത്തിലെ ഫോട്ടോഗ്രാഫി ക്ലാസ്സിൻ്റെ മോഡലാണ്. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു ക്ലാസ് നടത്തി വരുന്നത്. ഫോട്ടോഗ്രാഫി കൂടാതെ വീഡിയോഗ്രാഫിയിലും ഫോട്ടോഷോപ്പിലും കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് നൽകി വരുന്നു. ഒട്ടേറെ പ്രത്യേകതകളുള്ള അന്നമനടയ്ക്ക് വികസന കാര്യത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? ഞങ്ങൾ പ്രധാനമായും 3 സമഗ്ര മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് കാർഷിക മേഖല, രണ്ടാമതായിട്ട് വിദ്യാഭ്യാസ മേഖലയും അനുബന്ധമായ സ്പോർട്സ് മേഖലയും ശിശു അംഗൻവാടി വികസന പ്രവർത്തനങ്ങളും കൂടാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പാർപ്പിട പദ്ധതി, കുടിവെള്ള പദ്ധതി എന്നിവയെല്ലാം ഉള്ള പ്രവർത്തനത്തെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്നമനടയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. നമുക്കപ്പം അന്നമനടയുടെ വികസന കാഴ്ചകളിലേക്ക് പോകാം അല്ലേ? എത്ര മനോഹരമായ പാടശേഖരം അല്ലേ? എന്നാൽ 4 വർഷം മുമ്പ് വരെ ഈ കാണുന്ന പാടശേഖരത്തിൻ്റെ ഭൂരിഭാഗങ്ങളും തരിശിടമായിരുന്നു. ഏകദേശം 250 ഏക്കർ മാത്രമായിരുന്നു അന്നമനട പഞ്ചായത്തിലെ കൃഷിസ്ഥലങ്ങൾ. എന്നാൽ ഇപ്പോൾ അത് 1250 ഏക്കർ സ്ഥലത്തേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കൃഷി ചെലവ് കുറച്ചുകൊണ്ടുവരിക, കൃഷിക്കാർക്ക് സബ്സിഡികളിലൂടെയും മറ്റും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് പഞ്ചായത്തിന് ഇങ്ങനെ ഒരു നേട്ടം എത്തിപ്പിടിക്കാൻ പറ്റിയത്. കൃഷിഭൂമികൾ തരിശു കിടക്കാനുള്ള പ്രധാന കാരണമായുള്ളത് വെള്ളക്കെട്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ എക്കാട്ടിത്തോട് വൻതോട് നവീകരിക്കാൻ തീരുമാനിച്ചത്. 5.5 കോടി വകയിരുത്തിയ ഈ പദ്ധതിയുടെ പകുതി പണികൾ പൂർത്തിയായപ്പോൾ തന്നെ ഭൂരിഭാഗം തരിശുഭൂമികളും കൃഷിയോഗ്യമാക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. അന്നമനട പഞ്ചായത്തിന്റെ ഭൂരിഭാഗം കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിലാഴ്ത്തിയിരുന്ന എക്കാട്ടിത്തോട് വൻതോട് വികസിപ്പിച്ചത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടെയാണ്. 6 കിലോമീറ്റർ നീളമുള്ള തോടിന്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും ചളി കോരി മാറ്റുന്നതിന്റെയും വീതി കൂട്ടുന്നതിന്റെയും പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. കരിങ്കല്ല് ഉപയോഗിച്ച് പാർശ്വഭിത്തികൾ കെട്ടുന്ന പ്രവർത്തനം നടന്നുവരുന്നു. ഈ പ്രദേശത്തേക്ക് മുമ്പ് കൃഷി ഉണ്ടായിരുന്നു? കൃഷി ഉണ്ടായിരുന്നു. ഏകദേശം 3 പൂവൊക്കെ കൃഷി ചെയ്തിരുന്ന പടങ്ങളാണ് ഇത്. അതൊരു 10-20 വർഷമായിട്ട് വെള്ളക്കെട്ടിന്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതിപ്പോൾ പഞ്ചായത്തിൻ്റെ സമഗ്രമായുള്ള ഇതിനോടുള്ള ഒരു അഭിനിവേശം എന്ന് തന്നെ പറയാം. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്കാട്ടിത്തോട് വൻതോട് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിന് രൂപം കൊടുക്കുകയും KLDC വഴി അതിപ്പോൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് അതൊരു വലിയൊരു പ്രോത്സാഹനമായിട്ട് മാറി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പാടശേഖര സമിതിയുടെ ഉടമസ്ഥതയിലുള്ള കൊയ്ത്ത് യന്ത്രമാണിത്. പാടശേഖര സമിതികൾ മുഖേനയാണ് ഇത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. കൃഷി ലാഭകരമായി നടത്തുന്നതിന് അന്നമട പഞ്ചായത്തിൽ 13 കൂട്ടുസംഘങ്ങളുണ്ട്. വെസ്റ്റ് കൊരട്ടി സംഘത്തിന്റെ ഓഫീസാണ് ഇത്. ഈ കാണുന്നതൊക്കെ അവരുടെ കൃഷി ഉപകരണങ്ങളാണ്. പലിശരഹിത വായ്പാ പദ്ധതിയിലൂടെ കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കാനും പഞ്ചായത്ത് ശ്രമിച്ചു. നെൽകൃഷി രംഗത്ത് മാത്രമല്ല 1000 വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി എന്ന പദ്ധതിയിലൂടെ പച്ചക്കറി ഉൽപാദന രംഗത്തും പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വാഴകൃഷിയിലും കർഷകർക്ക് ധനസഹായം നൽകുന്നുണ്ട്. ഇവയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ വിപണനത്തിന് ഒരു കുടുംബശ്രീ ആഴ്ചച്ചന്തയും ആരംഭിച്ചിട്ടുണ്ട്. അന്നമനട പഞ്ചായത്തിന്റെ മൊത്തം നെല്ലുൽപാദനം 2000 ടണ്ണാണ്. അതിനെ പഞ്ചായത്തിന്റെ നെല്ലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ ആവശ്യമായ 3200 ടണ്ണിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് അധികൃതർ മുന്നോട്ടു പോകുന്നത്. നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണിവർ. അന്നമനടയുടെ വികസന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് ജഡ്ജസിന് ഒട്ടേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. RVG മാഷെ, വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങളുടെ വിജയഭേരി ഇത് വളരെ വിജയമായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു സ്കൂളിൽ 100% റിസൾട്ട് ആയിട്ടുണ്ട്. ആകെ എത്ര ഹൈസ്കൂളുണ്ട് അവിടെ? ഇവിടെ 3 ഹൈസ്കൂൾ. 3 ഹൈസ്കൂളുണ്ട്. മറ്റേ സ്കൂളിലൊക്കെ നല്ല റിസൾട്ട് ആയിട്ടുണ്ടോ? എല്ലാ സ്കൂളുകളിലും 100% വിജയത്തിലേക്ക് എത്തിയ എല്ലാ സ്കൂളിലും